അദ്ദുആഉ ഹുവൽ ഇബാദ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രാർത്ഥന എന്നാൽ അത് ആരാധന തന്നെയാണ്. പ്രാർത്ഥന അത് ആരാധന, ഇബാദത്ത് മാത്രമാണ്. ഇവർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ അവരോട് തേടുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാവുകയില്ല. എന്നാൽ അള്ളാഹു കൊടുക്കാത്ത അവർക്ക് സ്വയം തന്നെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാലേ അത് ശിർക്കാവൂ എന്നാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്ന ഈ വാദത്തിന് എങ്ങനെയാണ് മറുപടി പറയാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കൊടുത്ത കഴിവിൽ നിന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്നു, മറ്റുള്ള ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നു. അത് അവർക്ക് അള്ളാഹു കൊടുത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതാണ് ഇവരുടെ ന്യായം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഇവർ നിസ്കരിക്കുന്നില്ല? അള്ളാഹു കൊടുത്ത കഴിവാണ് മുഹീദ്ദീൻ ഷെയ്ഖിനുള്ളത്. അള്ളാഹുവിനെ പോലെ എല്ലാം സ്വയം കഴിയുന്നവനാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. ആ മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി ഇവർ നിസ്കരിക്കുന്നില്ല. എന്തുകൊണ്ട്? നിസ്കാരം ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് എന്ത് പഠിപ്പിച്ചത്? ദുആഉം ഇബാദത്താണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉം ഇബാദത്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദുആഉ ഹുവൽ ഇബാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രാർത്ഥന എന്നാൽ അത് ആരാധന തന്നെയാണ്. പ്രാർത്ഥന അത് ആരാധന, ഇബാദത്ത് മാത്രമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന എന്നുള്ളത് അത് ആരാധന തന്നെയാണ്, അത് ആരാധന മാത്രമാണ്.